മുൻ MLA-യും CPM-ലെ പ്രധാന നേതാവുമായ PK ശശിയെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തി. 1/4 നൂറ്റാണ്ട് ആയി പലവിധ ആരോപണങ്ങളും ഈ നേതാവിനെതിരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ PK ശശിക്കെതിരെ നടപടിയെടുക്കാൻ ഈ പാർട്ടി ഒരുപാട് കാലമെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അഭിഭാഷകയായ ഒരു DYFI സുഹൃത്ത് സഖാവ് ശശിക്കെതിരെ പീഡന പരാതി ആരോപിച്ചപ്പോൾ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതിയും AK ബാലനുമായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. പീഡനത്തിന് തീവ്രത പോരാ എന്നാണ് ആ കമ്മീഷൻ കണ്ടെത്തിയത്. എന്നാലും ശശിയെ അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആ സസ്പെൻഷൻ നടപടി പിന്നീട് പിൻവലിച്ച് അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ നേരിട്ട് എടുക്കുകയായിരുന്നു. അതിനുശേഷം വിഭാഗീയത ആരോപിച്ച് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി സാധാരണ അംഗമായി തുടരാൻ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം അംഗമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ ശശിക്ക് മണ്ണാർക്കാട് ഏരിയയുടെ ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM-ന് അകത്ത് അഴിമതിയും സ്ത്രീപീഡന കേസുകളും ഏതു നേതാവിനെതിരെ ഉയർന്നാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു അംഗീകാരമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി ഗോപി കോട്ടമുറിക്കലിനെ സ്ത്രീപീഡന ആരോപണങ്ങളെ തുടർന്നാണ് പുറത്താക്കിയത്. അദ്ദേഹം പിന്നീട് തിരിച്ചെത്തുകയും അദ്ദേഹം കേരള ബാങ്കിൻ്റെ അധ്യക്ഷനായി മാറുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉയർന്നത് സ്ത്രീപീഡന പരാതിയാണ്. അദ്ദേഹത്തെ ഇതുപോലെ പാർട്ടിയിൽ നിന്ന് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷേ ഒരു ഫൈൻ മോർണിംഗ് അദ്ദേഹം എത്തുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടാണ്. പാർട്ടി സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുന്നു. ഇപ്പോൾ അദ്ദേഹം EK നയനാർ മുഖ്യമന്ത്രി ആയിരിക്കെ ഏത് പൊസിഷനിലായിരുന്നോ, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ മുഖ്യമന്ത്രിയായിരുന്ന നയനാരെ സേവിച്ചതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയെ സേവിക്കുകയാണ്. അതുപോലെ തന്നെ PK ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയെങ്കിലും അദ്ദേഹത്തിന് KTDC ചെയർമാൻ സ്ഥാനം നൽകി. ഇപ്പോഴും അദ്ദേഹം KTDCയുടെ ചെയർമാനാണ്. അപ്പോൾ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ട PK ശശി ഇനിയിപ്പോൾ KTDC ചെയർമാനായി തുടരുമോ എന്നതാണ് മറ്റൊരു വിഷയം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പാർട്ടിയെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ചുക്കും അറിയില്ല എന്നതാണ്. കാരണം സ്ത്രീപീഡന ആരോപണമായാലും ഗുരുതരമായ സാമ്പത്തിക അഴിമതികളായാലും നടപടിക്ക് വിധേയരാകുന്ന നേതാക്കളെല്ലാം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പൂർവാധികം ശക്തിയോടെ അവർ ഇരുന്നിരുന്ന സ്ഥാനങ്ങളിലേക്ക് വരും. എന്നാൽ ഇപ്പോൾ PK ശശിക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായിരിക്കുന്നത് MP രാജേഷ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഇടയാക്കിയത് മണ്ണാർക്കാട് മേഖലയിൽ PK ശശി പോലുള്ള, അന്ന് ഷൊർണൂർ MLA ആയിരുന്ന ശശിയെ പോലുള്ള ആളുകൾ കാണിച്ച ചില താല്പര്യക്കുറവാണ്, വോട്ട് മറിക്കലാണ് രാജേഷിൻ്റെ പരാജയത്തിന് വഴിവെച്ചത് എന്നതാണ് യഥാർത്ഥ കാരണം. അപ്പോൾ വിഭാഗീയത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശശിക്കെതിരെ വാളെടുക്കാൻ കാരണമായിരിക്കുന്നത്. പുത്തലത്ത് ദിനേശനും ആനാവൂർ നാഗപ്പനും അംഗങ്ങളായുള്ള അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തിയാണ് PK ശശിയെ ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വഴിവിട്ട് ഉള്ള നിയമനങ്ങൾ, സഹകരണ ബാങ്കിൽ നിന്ന് അനർഹമായി പണം മറ്റ് അദ്ദേഹം അംഗമായുള്ള സഹകരണ കോളേജിലേക്ക് മാറ്റി ബന്ധുക്കൾക്ക് നിയമനം നൽകി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പോൾ
ഈ CPM പോലെയുള്ള ഒരു പാർട്ടിയെ, ഇടതുപക്ഷ പാർട്ടിയെ ജനങ്ങൾ അംഗീകരിച്ചിരുന്നത് ധാർമ്മികതയുടെ കാര്യത്തിലായാലും അഴിമതിക്ക് എതിരെയുള്ള നിലപാടിലായാലും CPM-ഉം ഇടതുപക്ഷവും UDF-നേക്കാൾ മെച്ചമാണ്. UDF-കാരാണെങ്കിൽ അഴിമതി നടത്തും, അല്ലെങ്കിൽ ഇത്തരം അധാർമികമായ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ ആയിരുന്നു ധാരണ. അപ്പോൾ ഇടതുപക്ഷം അങ്ങനെയല്ല, CPM അങ്ങനെയല്ല എന്ന ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി വരുന്ന വാർത്തകൾ പലതും ഈ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അഴിമതിക്കെതിരെയുള്ള നിലപാട് വെള്ളം ചേർക്കുന്നു എന്നും സ്ത്രീപക്ഷ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നും സ്ത്രീകൾക്ക് ആ പാർട്ടിക്ക് അകത്ത് പോലും സുരക്ഷയില്ല എന്നും ഒക്കെയാണ് പുറത്തു വരുന്നത്. കാരണം ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ PK ശശിയെ പോലെ ഒരു നേതാവിനെതിരെ പരാതി നൽകിയ ആ DYFI വനിതാ സഖാവിൻ്റെ സ്ഥിതി ഇന്നെന്താണ്, അവരുടെ പാർട്ടിയിലെ സ്ഥാനം ഇപ്പോൾ എന്താണ്, നാം അന്വേഷിക്കേണ്ടതാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ശശിയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷെ അതേ യോഗത്തിൽ തന്നെ SFI സംസ്ഥാന സെക്രട്ടറി ആഷ്രോയെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ എടുക്കാനുള്ള തീരുമാനം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചു നോക്കണം, ശശിയെപ്പോലെ ഒരാളിനെ പുറത്താക്കിയിട്ട് അതേ യോഗത്തിൽ തന്നെ പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത് ആർഷോയാണ്. അപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട PK ശശിയാണോ, പുതിയ തലമുറയിൽപ്പെട്ട ആർഷോയാണോ ഭേദം എന്ന് നോക്കിയാൽ ശശി എത്രയോ ഭേദമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആർഷോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്ന സംഭവങ്ങൾ, അദ്ദേഹം കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട പ്രതിസന്ധികൾ, SFI നടത്തിയ സമരത്തിൽ അവർ സ്വീകരിച്ച മാർഗങ്ങൾ, നമ്മുടെ വയനാട്ടിലെ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥത്തിൻ്റെ കൊലപാതകം തുടങ്ങിയ ഒട്ടേറെ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന ഇടിമുറി വൻ വിവാദമായ സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്നൊന്നും തന്നെ പാർട്ടി പഠിക്കുന്നില്ല, നടപടിയെടുക്കുന്നതിൽ ഒരു കാൽനൂറ്റാണ്ട് പുറകിലാണ് എന്നൊക്കെ തെളിയിക്കുന്നതാണ് PK ശശിയെ പുറത്താക്കിയപ്പോൾ അതിനേക്കാൾ കൊള്ളാവുന്ന ഒരാളിനെ ആർഷോയെ പോലെ പ്രോമിസിംഗ് ആയ ഒരു പുതു നേതാവിനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നടപടി ബാലൻസ് ചെയ്യും. ശശി പോയെങ്കിൽ പകരം ആർഷോ. ഇതാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല.